ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞങ്ങളുടെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിലെ തൊഴിലുറപ്പ് ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് ഇവിടെ ബന്ദിപ്പൂ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന് അതിൻ്റെ വിളവെടുപ്പാണ്. അപ്പം ആ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ സാറൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ പരിപാടിയാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം പ്രസിഡൻറ്റും പിന്നെ നമ്മുടെ മെമ്പറും ആശാ വർക്കർ ഏച്ചി, പിന്നെ തൊഴിലുറപ്പിൻ്റെ ആൾക്കാർ, കൃഷിഭവനിലെ ആൾക്കാർ, അങ്ങനെ പിന്നെ നമ്മുടെ ഇത് ചെയ്തിരിക്കുന്ന കൃഷി ചെയ്ത തൊഴിലുറപ്പ് ആൾക്കാർ, അങ്ങനെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ബന്ദി മാത്രമല്ല, അവർ വെണ്ടയും പിന്നെ അച്ചിങ്ങാപ്പയർ, മുളക് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്കിലും പ്രാധാന്യം നമ്മുടെ ബന്ദിക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, വളരെ നീറ്റായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവർ. നമ്മളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓരോ ബന്ദിത്തൈക്കും അതിന് ഈ പൂവിൻ്റെ വെയിറ്റ് വരുമ്പോഴേക്കും ഇത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവർ ആ ഓരോ ബന്ദിത്തൈക്കും ഓരോ താങ്ങൊക്കെ കൊടുത്ത് പ്രത്യേകം ഓരോ ചെടീനെയും വളരെ കെയർ ചെയ്താണ് കേട്ടോ അവരിങ്ങനെ ഇത്രയും ഒരു ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുള്ളൊരു ഫലവും അവർക്ക് ഇന്നിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് എന്താ പറയണ്ടേ, അവർക്ക് പ്രശംസയും അംഗീകാരം ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രസിഡന്റ് സാറ് ആ ഒരു ഉദ്ഘാടന പ്രസംഗം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, എല്ലാവരും ഒക്കെ എത്തിയിട്ടൊക്കെ ഉണ്ട്. വളരെ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ വന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇവർ ചെയ്തതിന് ഒരു പ്രചോദനമാക്കി വേറെയും വാർഡിലെ ആൾക്കാരും വേറെ തൊഴിലുറപ്പ് ആൾക്കാരും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഓണത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓണക്കാലം ആകുമ്പോഴേക്കും പൂക്കൾക്കൊക്കെ ആവശ്യമുണ്ടല്ലോ, പൂക്കളത്തിൻ്റെയും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതിൽ നിന്ന് അവർക്കൊരു വരുമാനം കിട്ടുന്നത് ഓണക്കാണ് കേട്ടോ അവരിത് ചെയ്തിരിക്കുന്നത്. പക്ഷേ കാര്യം വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാലും നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കഷ്ടപ്പാടിനെ പറ്റിയും അവരുടെ നൽകിയ പിന്തുണയെ പറ്റിയും ഒക്കെയാണ് നമ്മുടെ പ്രസിഡന്റ് സാർ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട രാജ്മോഹൻ വെട്ടിക്കുളങ്ങരയോട് ഗ്രാമപഞ്ചായത്തിനും ഭരണസമിതിക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ വാർഡിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ മഞ്ജുവിന് നന്ദി പറയേണ്ട കാര്യമില്ല. ഇതിനെല്ലാം ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇവരോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രവർത്തനം നയിക്കുന്നുണ്ട്. ഇതിന് പിന്തുണ നൽകിയ കൃഷി വകുപ്പിൻ്റെ ജീവനക്കാരുണ്ട്. ഇതിന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന MGNRGയുടെ ജീവനക്കാരുണ്ട്. അത് AE മുതലുള്ള മുഴുവൻ ജീവനക്കാരും സമയത്ത് മസ്റ്ററുകൾ കൊടുക്കാനും എല്ലാം ആ രീതിയിലൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ കൂട്ടായ പിന്തുണാ സംവിധാനത്തിനെ ബന്ധിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ വർഷത്തെ ഈ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. നന്ദി. ബന്ദിപ്പൂ കൃഷി ആദ്യമായിട്ടാണ് ഇവിടെ തുടങ്ങിയത്. എല്ലാ വർഷവും ഞാനിവരുടെ ലേബർ ഗ്രാമസഭ കൂടുമ്പോഴത്തേക്കിന് പറയും നമ്മളെല്ലാവരും കൃഷിയിലേക്ക് വരണമെന്ന് പറയും. ഈ വർഷം വൃന്ദാവനം ഗ്രൂപ്പ്, അതായത് സുജില, അങ്ങനെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. വിയർത്തൊലിച്ച് ഞാനൊക്കെ ആണ് പണ്ടാരടങ്ങി നിൽക്കുകയാണ്. ആകെപ്പാടെ കണ്ടില്ലേ, മുഖമൊക്കെ വിയർത്ത് ഭയങ്കര വെയിലും ചൂടുമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രസിഡന്റ് സാറ് ഔദ്യോഗികമായിട്ട് ഒരു പൂവ് കണ്ടിച്ച് അറുത്തെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പിന്നെ ഓരോരുത്തരായിട്ടൊക്കെ ഈ വലുതായ പൂവൊക്കെ നോക്കിയാണ് കേട്ടോ അവർ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാവരുമൊക്കെ ഓരോരുത്തരായിട്ട് അങ്ങനെ ഓരോ പൂവും കട്ട് ചെയ്ത് അതിനുശേഷം ഇവരുടെ നമ്മുടെ ഈ തൊഴിലുറപ്പ് സ്ത്രീകളുടെ വക പായസ വിതരണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും പായസമൊക്കെ കുടിച്ചു. നല്ല അടിപൊളി പായസമൊക്കെ ആയിരുന്നു. അതിന് ശേഷം ഇതേ കണ്ടില്ലേ, എല്ലാവരെയൊക്കെ ആയിട്ട് നിന്ന് ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ പിടിച്ചു കേട്ടോ. പായസം കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെയാണ് ഇവരുടെ ടീം. പിന്നെ എൻ്റെ വക പേഴ്സണലായിട്ടുള്ള ഫോട്ടോഷൂട്ടും വീഡിയോ പിടുത്തമൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ തുമ്പിച്ചനെ അംഗനവാടിയിലാക്കിയിട്ട് ആണ് ഞാൻ കയറിയത്. അപ്പോൾ ആക്കാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ രണ്ടിൻ്റെയും വക ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ അവളെ കൊണ്ട് അംഗനവാടിയിലാക്കിയത്. പിന്നെ ഓരോരുത്തരായിട്ട്, ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഓണർ ഉണ്ണിച്ചേട്ടൻ. അങ്ങനെ ഓരോരുത്തരായിട്ട് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത്, ഇതാണ് ആ ഒരു തൊഴിലുറപ്പ് ടീം. പിന്നെ മെമ്പർ, ആശാ വർക്കർ ഏച്ചി. അങ്ങനെ ഞങ്ങളിത് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞിറങ്ങുകയാണ് കേട്ടോ. പോകുമ്പോഴേക്കും തുമ്പിച്ചന് ഓരോ ഗ്ലാസ് പായസവും കൂടെ അവർ തന്നു വിട്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.